3 പതിറ്റാണ്ടായി LDF സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചു വരുന്ന ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. ഇതുവരെ നടന്ന 14 തെരഞ്ഞെടുപ്പുകളിൽ 11ലും ഈ മണ്ഡലത്തിൽ വിജയിച്ചത് ഇടതുപക്ഷമാണ്. കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും രണസ്മരണകൾ ഇരമ്പുന്ന കാസർഗോഡിന്റെ മണ്ണ് 2019ലെ തെരഞ്ഞെടുപ്പിൽ ചരിത്രം ആവർത്തിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. 1957 മുതൽ 2014 വരെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കാസർഗോഡ് മണ്ഡലം നൽകുന്ന ചരിത്രം 11 തവണയും ഇടതുപക്ഷത്തിന്റെ വിജയം. 3 തവണ മാത്രമാണ് ഇവിടെ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാനായത്. ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടിന്റെ 1/5 താഴെ വോട്ടുകളാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ടിക്കറ്റിൽ 2 തവണ 1971ലും 77ലും രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇവിടെ നിന്നും വിജയിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട 1984ലെ തെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റായിരുന്ന റാം റേയും വിജയിച്ചു. ഇതാണ് കോൺഗ്രസിന്റെ നേട്ടപ്പട്ടിക. 1957ലും 62ലും 67ലും AKGയും 1980ലും 89ലും 91ലും രാമൺ റേയും 96ലും 98ലും 99ലും T ഗോവിന്ദനും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരനാണ് കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. കർഷക രണഭൂമികളായ കയ്യൂരും കരിവള്ളൂരും ഉൾപ്പെടുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം അക്ഷരാർത്ഥത്തിൽ ചുവപ്പുകോട്ടയാണ്. 2019ലെ തെരഞ്ഞെടുപ്പിലും ഈ നിലയിൽ മാറ്റമുണ്ടാകാൻ ഇടയില്ലെന്നു തന്നെയാണ് വിലയിരുത്തൽ. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായ നാരായണൻ പെരിയ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സഖാവ് AKG പാർലമെന്റിലേക്ക് പോയത് കാസർഗോഡ് നിന്നാണ്. അതങ്ങനെ തുടരുകയാണ്. മാറ്റം വരാനുള്ള സാധ്യത ഒന്നും ഇപ്പോൾ കാണുന്നില്ല. അതിന് മാത്രമുള്ള എന്തെങ്കിലും ഒരു തിരിച്ചടി ഇവിടെ ഉണ്ടാകും എന്ന ചിന്തയൊന്നും എനിക്കില്ല. 2016ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമാണ് UDFന് വിജയിക്കാനായത്. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിൽ LDFനാണ് വിജയം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഈ സ്ഥിതിയിൽ മാറ്റമില്ല. 2014ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ T സത്തീഖിനെ 6921 വോട്ടുകൾക്കാണ് CPIMലെ P കരുണാകരൻ തോൽപ്പിച്ചത്. BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രന് ലഭിച്ചത് 1,72,826 വോട്ടുകളും. കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വടക്കൻ മേഖലയായ മഞ്ചേശ്വരത്തും കാസർഗോട്ടും UDFനും BJPക്കും മേൽക്കൈയുണ്ട്. എന്നാൽ ശേഷിക്കുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിലും LDFന് തന്നെയാണ് വ്യക്തമായ മുൻതൂക്കം. കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രവും അതുതന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആ നിലയ്ക്ക് 2019ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റം ആരും പ്രതീക്ഷിക്കുന്നില്ല. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.